ഞാനൊരു ക്രിസ്ത്യൻ ആയിരുന്നു. ഞാൻ ഇസ്ലാം ആയതാണ്. ഞാനായിട്ട് 1 വർഷമായിട്ടുണ്ടെങ്കിൽ എനിക്ക് നിസ്കാരമോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ എൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് ശരിക്കും എന്നെ നിസ്കരിക്കാനായാലും പടച്ചോനെ കൂടുതൽ അറിയാനായാലും അടുക്കാനായാലും എന്നെ പഠിപ്പിച്ചത്. എന്തായാലും അവിടെ പോയൊരു അനുഭവം ഞാൻ പറയാം. എനിക്ക് അവിടെ പോകണമെന്ന്, ഉംറ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് അത് സാധിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം ഇസ്ലാമായിട്ടുള്ള വ്യക്തികൾ പോലും ഉംറ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്ക് അവിടെ പോയി വന്നതിന് ശേഷമാണ് മനസ്സിലായത്. അപ്പം എന്തോ പടച്ചവൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചല്ലോ എന്നോർത്ത് ഞാൻ റബ്ബിനോട് സ്തുതി പറയുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ പോയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് റമദാൻ മാസം ആയതുകൊണ്ട് ഉംറ ചെയ്യാന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നല്ല റഷാണ് അവിടെ. അത് മാത്രമല്ല, നമ്മൾ നോമ്പൊക്കെ എടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് ഉംറ ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും പടച്ചോൻ നമുക്കത് താങ്ങാനുള്ളൊരു ആരോഗ്യം ആ സമയത്ത് നമുക്ക് തരും. എന്തോ ഒരു ദിവ്യശക്തി നമ്മളിൽ പ്രവേശിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവം, പ്രത്യേകിച്ച് നോമ്പെടുത്തോണ്ട് ചെയ്യുക, അതായത് റമദാൻ മാസത്തിലെ ഉംറ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെ ആ കഷ്ടപ്പാടിലൂടെ നമുക്ക് ആ താങ്ങാനുള്ളൊരു കരുത്ത് റബ്ബ് തരും. അത് ഉറപ്പാണെന്ന് എനിക്ക് അവിടെ പോയപ്പോൾ മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ മനസ്സുകൊണ്ടായാലും ശരീരം കൊണ്ടായാലും എല്ലാം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു. എൻ്റെ ലൈഫിലുണ്ടായ കുറച്ചൊരു തകർച്ചയിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഈ കഴിഞ്ഞിട കൊണ്ട്. പക്ഷെ അവിടെ പോയി ആ മക്ബ തൊട്ട് ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ എന്തോ ഒരു വലിയൊരു ഭാരം ഞാൻ അവിടെ ഇറക്കി വെച്ചിട്ട് വന്നൊരു ഫീലാണ് എനിക്കുണ്ടായത്. ഏതൊരു ഇസ്ലാമിൻ്റെ അതിയായ ആഗ്രഹമാണ് ഉംറ ചെയ്യാന്നുള്ളത്. പക്ഷേ ഇസ്ലാം മതത്തിലോട്ട് വന്നൊരു വ്യക്തിയായ എനിക്ക് ഇത്രയും പെട്ടെന്ന് അത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുള്ള കാര്യമല്ല. എന്തായാലും അത് ചെയ്തതിന് ശേഷം, ഞാൻ വന്നതിന് ശേഷം ഞാൻ കുറേ മെസ്സേജസും കാര്യങ്ങളെല്ലാം കണ്ടു. പക്ഷെ എനിക്ക് എല്ലാവരോടും പറയാനുള്ള, ഉംറ ചെയ്യണമെന്ന അതിയായ ആഗ്രഹമുള്ളവർ സത്യം പറഞ്ഞാൽ അത് ചെയ്യുക. അത് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയുക. പിന്നെ അത് മാത്രമല്ല, മുഹമ്മദിന് നമ്മൾ ആ പോകുന്ന പോക്കിൽ തന്നെ, ഇപ്പം നമ്മൾ മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കൂടെയുള്ള ഉസ്താദ് നമുക്ക് എന്താണ് മദീനയെക്കുറിച്ചും ഉംറ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. പിന്നെ അതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ കഥകൾ, പിന്നെ അതുപോലെ തന്നെ സർഫ മറവയെക്കുറിച്ചും, പിന്നെ അതുപോലെ തന്നെ ഹാജറ ബീവിയെക്കുറിച്ചും എല്ലാ കഥകളും നമുക്ക് ഉസ്താദ് പറഞ്ഞു തരും. നമ്മൾ അതൊക്കെ കേട്ട് അറിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ പറയാനാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ ഓരോരോ പള്ളിയുടെ അവിടെ ആയിരിക്കും നമ്മുടെ വണ്ടി നിർത്തുന്നത്. പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാർ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ ചെല്ലുന്ന സമയത്ത് നോമ്പ് തുറക്കാനുള്ള ഫുഡായാലും വെള്ളമായാലും അതൊക്കെ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഉംറയെക്കുറിച്ച് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും ചുമ്മാ വീട്ടിൽ ഇരിക്കുന്ന ഒരാൾക്ക് പോയി ഉംറ ചെയ്യാൻ സാധിക്കുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനെ സാധിക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ കയ്യിൽ കുറേ കാശുണ്ട്, ആ കാശുള്ളവർക്ക് പോയി ഉംറ ചെയ്യാൻ അങ്ങനെയും സാധിക്കുന്ന കാര്യമല്ല ഉംറ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് ഉംറ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ അവർ ഉമ്മാക്കോ വാപ്പാക്കോ സഹോദരങ്ങൾക്കോ ആർക്കും ഉംറ ചെയ്യാൻ പറ്റത്തില്ല. ആദ്യമായിട്ട് ഉംറ ചെയ്യുന്ന ഒരു വ്യക്തികൾക്ക് അവർക്ക് മാത്രമേ ഉംറ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കുറേ ആൾക്കാർ സംശയമുള്ളൊരു കാര്യമാണ്, മരിച്ചു പോയവർക്ക് വേണ്ടി നമുക്കിപ്പോൾ ഉമ്മായായാലും വാപ്പായാലും അവർക്ക് വേണ്ടി ഉംറ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊരു ഡൗട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ മരിക്കുന്നതിന് മുമ്പ് ഉമ്മായോ വാപ്പായോ ഉംറ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് വേണ്ടി ഉംറ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ഇതൊക്കെ നമുക്ക് ആ സമയത്ത് നമുക്ക് ഉസ്താദ് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇതിനെക്കുറിച്ച് വലിയ അറിവോ ഇതൊന്നും എനിക്കില്ല. അഥവാ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെട്ട് തരിക. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് ഉംറ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, ഉംറ കഴിഞ്ഞതിന് ശേഷം ആണുങ്ങളാണെങ്കിൽ മുടി മൊട്ടയടിക്കുക, അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. പെണ്ണുങ്ങളാണെങ്കിൽ മുടിയുടെ തുമ്പ് ഒരു വിരലിൻ്റെ വലുപ്പത്തിൽ കട്ട് ചെയ്യുക, അത് ഭയങ്കര അനുഗ്രഹമാണ്. ഇതൊന്നും സാധിക്കാത്തവരാണെങ്കിൽ തലമുടിയിൽ നിന്ന് ഒരു 3 മുടി എടുത്ത് കട്ട് ചെയ്യുക. അതാണ് ഉംറ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം. പിന്നെന്താ
എന്തായാലും എന്നെപ്പോലെ ഒരാൾക്ക് ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഉംറ എന്ന് പറയുന്നത്. ഏതൊരു ഇസ്ലാമിൻ്റെ അതിയായ ആഗ്രഹമാണ്. അതുകൊണ്ട് മനസ്സിൽ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അത് സഫലമാക്കാൻ നമ്മൾ ശ്രമിക്കുക. നമുക്ക് ഒരാളെ കുറ്റം പറയാൻ എല്ലാവർക്കും കഴിയും, പക്ഷേ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരവിടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പടച്ചോൻ്റെ ഒരു അനുഗ്രഹമാണ് ഉംറ ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് ആഗ്രഹം കൊണ്ട് മനസ്സിലിരിക്കാതെ ആരെയും കുറ്റം പറയാതെ വേഗം പോയി അതിനുവേണ്ടി പരിശ്രമിക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ.